നാജാസ് ഹോം ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം വന്ന റോസിൽ മാംഗോ എല്ലാം ഉണ്ടായിരുന്നു. അതൊരു കോംബോ ഇടാനായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിരുന്നതുകൊണ്ട് അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇപ്രാവശ്യം മാംഗോ എല്ലാം ഞങ്ങൾ കോംബോയിൽ, കാരണം കഴിഞ്ഞ പ്രാവശ്യം മാംഗോ എല്ലാം ഒരുപാട് പേർക്ക് കിട്ടാതെ പോയി. ഒത്തിരി പേര് മാംഗോ എല്ലോടെ ഒരു കോംബോ തരുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീഡിയോയിൽ നേരത്തെ ഇട്ട വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് മാംഗോ എല്ലോടെ കോംബോയാണ്. നമുക്ക് ഏതൊക്കെ മാംഗോ എല്ലോടെ കൂടെ അടുത്ത് കോംബോയിൽ കൊടുക്കുന്നത് ഏതൊക്കെ റോസാണെന്ന് പറയാം. ഒന്ന് ഈ മാംഗോ എല്ലോ നല്ല നിറച്ച് മൊട്ടും. ഈ മാംഗോ എല്ലോയുടെ പ്രത്യേകത അറിയാമെന്നുള്ളവർക്ക് അറിയാം. ഒരുപാട് വലിയ ഫ്ലവറുമാണ്, നിറച്ച് പൂവിടുന്ന ഒരു 7-8 പൂ ഒരു കൊലയിൽ തന്നെ പൂക്കുന്ന ഒരു റോസാണ്. അധികം മറ്റേ റോസ് പോലെ വളർന്ന് വലുതായി വരില്ല, ഒരു ബുഷി ടൈപ്പിൽ നിൽക്കുന്നതാണ്. എന്നാൽ കുറച്ചുകൂടെ ബുഷി ടൈപ്പിൽ നിന്ന് നമ്മളെ ബ്ലാക്ക് റോസിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലുതാവുന്ന ഒരു റോസാണ്. അങ്ങനെ ഈ മാംഗോ യെല്ലോയും പിന്നെ വേറൊരു പീച്ച് കളർ റോസ് ഉണ്ട്, അതും കൂടി കാണിക്കാം. അതും കൂടെ ചേർത്താണ് ഇന്നത്തെ കോംബോ. കൊറിയർ ചാർജ് ഇല്ലാതെ 260 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. വെറും 260 രൂപ അടയ്ക്കുമ്പോൾ ഈ 2 പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ പ്ലാന്റ് ഞാൻ പരിചയപ്പെടുത്താം. രണ്ടാമത്തെ പ്ലാന്റ് ഈ പീച്ച് റോസാണ്. നല്ല വലിയ ഫ്ലവറിന്റെ പീച്ച് റോസ്, നല്ല വലിയ പ്ലാന്റ് ആണ്. ഈ 2 റോസും കൂടെയാണ് കൊറിയർ ചാർജ് ഇല്ലാതെ 260 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പം ആവശ്യക്കാർ ഇത് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. അടുത്തത് നമ്മൾ കോംബോയ്ക്കായിട്ട് മാറ്റി വെച്ചിരുന്നത് ഈ കമ്മൽ റോസ് ആണ്. വളരെ ചെറിയ നല്ല ശുദ്ധമായ വെള്ള ഒരു റോസാണ്, നിറച്ച് പൂ പിടിക്കും. അതിൻ്റെ ലീഫും ഒക്കെ വളരെ ചെറുതാണ്, നല്ല ബുഷിയായിട്ട് നിന്നിട്ട് നക്ഷത്ര വാരിയിട്ടതുപോലെ പൂ പിടിക്കുന്ന ഒരു റോസാണ് കമ്മൽ റോസ്. എനിക്കിതിനെ കണ്ടിട്ട് മുല്ലപ്പൂ റോസ് എന്ന് വേണമെങ്കിൽ പറയാനൊക്കെ തോന്നുന്നുണ്ട്, കാരണം മുല്ലപ്പൂവിൻ്റെ ഷേപ്പാണ്, മണമൊന്നുമില്ല. അപ്പം ഈ ഒരു റോസും. അടുത്തത് നമ്മളെ റൂബി ഓറഞ്ചും കൂടിയാണ് ഇന്നത്തെ കോംബോ. ഇതിന് രണ്ടിനും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ 240 രൂപയാണ്. 240 രൂപ കൊറിയർ ചാർജ് അടയ്ക്കേണ്ട. 240 രൂപ അയച്ചാൽ ഈ റൂബി ഓറഞ്ചും ഈ കമ്മൽ റോസും നിങ്ങളെ വീട്ടിലെത്തുന്നതാണ്. ആവശ്യക്കാർ നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. ഡിസംബർ മാസം ഒരു 15-ാം തീയതി വരെയൊക്കെ ഈ കോംബോ ഉണ്ടാവുള്ളൂ. കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കോംബോ ഇട്ടിരുന്നത് 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ കോംബോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇത് ഇപ്പം അങ്ങനെ ഇല്ല. ഈ ഡിസംബർ 15 വരെ ഈ കോംബോ ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പുതിയ വെറൈറ്റി റോസുകളായിരിക്കും നമ്മൾ ഇടുന്നത്. ഇനി കോംബോ ഞങ്ങൾ അടുത്തിടുന്നത് ക്രിസ്മസ് മാത്രമായിരിക്കും. ക്രിസ്മസിനും ന്യൂ ഇയറിനും അതുവരെ കോംബോ ഇല്ല. അപ്പം ആവശ്യക്കാർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ചെടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയും, പിന്നെ മണൽ, മേൽമണ്ണും മണലും മാത്രം ഇട്ടിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. കാരണം ഇതിൻ്റെ വേര് നമ്മൾ മണ്ണൊക്കെ കളഞ്ഞ് ഇവിടെ നയിക്കുമ്പോൾ വേരിൻ്റെ ആരോഗ്യം കുറഞ്ഞാണ് ഇരിക്കുന്നത്. ആ സമയത്ത് വളവും കൂടി ഇട്ട് കൊടുത്താൽ വേര് പെട്ടെന്ന് ചീഞ്ഞു പോവും. വളം ഇടാതെ നട്ടതിന് ശേഷം നിങ്ങൾ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നാൽ, നട്ട് പൊടിച്ച് വന്നതിന് ശേഷം നിങ്ങൾ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നാൽ ഞാൻ കൃത്യമായിട്ട് അടുത്ത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേർക്ക് റോസ് നല്ലപോലെ പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പം അതുപോലെ ഈ നട്ട ഉടനെ തന്നെ മൂട്ടിൽ സീഡോമോണസ് കലക്കി ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ചെടിയിൽ എക്സോഡസ് പോലുള്ള എന്തെങ്കിലും ഒന്ന് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഫംഗസ് റോസിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഫംഗസ് അങ്ങ് നശിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് വെക്കുക. പരമാവധി സാഫ് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ എക്സോഡസ് പോലുള്ളത് തന്നെ സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് എൻ്റെ ഒരു കസ്റ്റമറിന് നല്ല അനുഭവമുണ്ട്. ഒരു ചെടി അങ്ങ് ഏകദേശം തീരാറായി ഇരുന്നതാണ്. അപ്പോൾ അവരത് കുറച്ച് എക്സോഡസ് അടിച്ചു വെച്ചപ്പോഴത്തേക്കും നല്ല പുതിയ ബ്രാഞ്ചുകളൊക്കെ നല്ല പോലെ മുളകൾ വന്ന് നല്ലൊരു ഹെൽത്തി പ്ലാന്റായിട്ട് മാറി. അതൊരു പുതിയ അനുഭവമാണ്, അവർ പങ്കുവെച്ചതാണ്. പുതിയ അനുഭവങ്ങൾ ഓരോ പാഠങ്ങളാണ്, ഓരോരുത്തരുടെ അനുഭവങ്ങൾ. അപ്പം അതിൽ നിന്ന് നമ്മളും അതുപോലെയൊക്കെ ചെയ്യുക. അപ്പം നമ്മളെ റോസ് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റും.
പിന്നെ കൂടാതെ തന്നെ ചില്ലി റെഡ്, പീസ് ആൻഡ് ലവ്, അങ്ങനെ കുറേ റോസുകൾ, നമ്മൾ ഒത്തിരി വെറൈറ്റി റോസുകൾ ഇരിപ്പുണ്ട്, നിങ്ങൾ ചോദിച്ചാൽ മതി. ചന്ദന റോസ്, അങ്ങനെ ഈ റോസുകളൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. അത് നമ്മൾ അയച്ചു തരുന്നതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.